നമുക്ക് എല്ലാവർക്കും ഒരു എയർപോർട്ടിൽ ജോലി കിട്ടിയ അടിപൊളിയല്ലേ? നമ്മൾ ഡിഗ്രി പഠിച്ച് ഇറങ്ങി അപ്പോൾ തന്നെ നമുക്ക് ഒരു എയർപോർട്ടിൽ ജോലി കിട്ടുന്നു. അപ്പോൾ എല്ലാവരുടെ ഒരു ആഗ്രഹമാണ് എയർപോർട്ടിൽ വർക്ക് ചെയ്യുക എന്നുള്ളത് തന്നെ. അപ്പോൾ എയർപോർട്ടിൽ ഏതൊക്കെ തരത്തിലുള്ള ജോലികൾ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ രീതിയിൽ എല്ലാവരും പറയുന്നത് പൈലറ്റ്, ക്യാബിൻ ക്രൂ, എഞ്ചിനീയേഴ്സ് ഇതുപോലത്തെ കാര്യങ്ങളാണ് പറയുന്നത്. പിന്നെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പറയുന്നതാണ് ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ജോലിയുടെ പേരല്ല. ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് എന്ന് പറയുന്നത് ഒരു കൂട്ടം ജോലിയുടെ പേരാണ്. അതായത് ഒരു എയർക്രാഫ്റ്റ് പറന്നു വീഴുന്നതിന് മുമ്പോ അല്ലെങ്കിൽ അത് ലാൻഡ് ചെയ്തതിന് ശേഷമോ ചെയ്യുന്ന ഒരു കൂട്ടം ആക്ടിവിറ്റീസിനെ ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് ജോബ്സ് എന്ന് പറയുന്നത്. അതിൽ തന്നെ പലതരത്തിലുള്ള ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. അപ്പോൾ അതിൽ എയർക്രാഫ്റ്റ് ഹാൻഡ്ലിംഗ് വരാം, പാസഞ്ചർ സർവീസസ് വരാം, ലഗേജ് അല്ലെങ്കിൽ ബാഗേജ് ഹാൻഡ്ലിംഗ് വരാം, ടെക്നിക്കൽ സർവീസസ് ഉണ്ട്, പിന്നെ ഫ്യൂവലിംഗ് ഉണ്ട്, എയർക്രാഫ്റ്റ് മാർഷലിംഗ് ഉണ്ട്, അതിൻ്റെ ബാക്കി കാര്യങ്ങൾ, ഇപ്പോൾ ഡോക്യുമെന്റേഷൻ കാര്യങ്ങൾ, കസ്റ്റമർ ഹാൻഡ്ലിംഗ് അതുപോലത്തെ കാര്യങ്ങൾ എല്ലാം ഉൾപ്പെടെയുള്ള ഒരു കൂട്ടം ജോബുകളെ പറയുന്നതാണ് ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് ജോബ്സ് എന്നുള്ളത്. ഇപ്പോൾ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് ജോബ്സ് ശരിക്കും ആരാണ് കൊടുക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചില സ്ഥലങ്ങളിൽ അതത് എയർലൈനുകൾ തന്നെ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് ചെയ്യുന്നുണ്ടാവാം. ചില സ്ഥലങ്ങളിൽ അത് തേർഡ് പാർട്ടി കമ്പനികളെ ഏൽപ്പിച്ചിട്ടുണ്ടായിരിക്കാം. അങ്ങനെയുള്ള തേർഡ് പാർട്ടി കമ്പനികളെ വിളിക്കുന്ന പേരാണ് ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് ഏജൻറ്റ്സ് അഥവാ GHA എന്നുള്ളത്. ഇപ്പോൾ നമ്മുടെ നാട്ടിലെ ഇന്ത്യയിലുള്ള പ്രമുഖമായിട്ടുള്ള ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് ഏജൻറ്റ്സ് എന്ന് പറയുന്നത് എയർ ഇന്ത്യ എയർപോർട്ട് സർവീസസ് ലിമിറ്റഡ്, ഷോർട്ട് ഫോമിൽ AIAS എന്ന് പറയും. അതുപോലെ തന്നെ എയർ ഇന്ത്യ SATS, BWFS പോലത്തെ കമ്പനികളാണ്. അപ്പോൾ ഈ കമ്പനികളിൽ അല്ലെങ്കിൽ ഒരു എയർലൈനിൽ തന്നെ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് ജോബ് കിട്ടാൻ എന്ത് ചെയ്യണം എന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം.